കൈകളിലേന്തി പവിഴവായിൽ പോലെ. പക്ഷേ ഒരു സിനിമ പോലെ ഞങ്ങൾ തമ്മിലൊരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിട്ടില്ല. ഒപ്പം നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. മലയാള സിനിമയിൽ ഇദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ദി ആക്ടർ, ദ പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജു സാറിനെ വളരെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. ഇന്റർവ്യൂ കാത്തിരുന്ന് എടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പ്ലീസ്. സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി ഇതോട് ലഭിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് ഇട്ടുപോയതെന്ന് വെച്ചാൽ അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് BKP കണ്ട് പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200 ആഡ് ചെയ്ത ഡയറക്ടർ. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരസ്യത്തിൽ നടക്കുന്നില്ലേ, ചാണകം, കാരിത്തീറ്റ, എന്തെങ്കിലും ഒന്നും ഞാൻ വിളിച്ചുള്ളൂ. ചാണകം വാരി തെങ്ങിനിട്ടാൽ നല്ലത്, എന്തെങ്കിലും എടുത്തു എൻ്റെ തോളിലിട്ടിട്ട് അതൊക്കെ ഒരു സമയമായിട്ട് എന്താ പറയുക ഷേഖിൽ നിന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിലുണ്ട്. ഗുലുമാല സിനിമയാണ് ഞാൻ വെച്ചാൽ ഡയറക്ടറെ പടത്തിൽ വിനയിക്കും. അപ്പോൾ മിക്കവാറും ഞാൻ നന്നായിരിക്കുന്നില്ല, ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറഞ്ഞു വെച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു അന്നത്തെ കാലത്ത്. ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാലും പഴവും. നേരത്തെ മീര ജാക്സൺ പറഞ്ഞ പോലെ നമ്മൾ സെറ്റിൽ സമയം പോയത് അറിയില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു നിഷാ സാരികയുടെ ഉണ്ട്. നിഷാ സാരിക 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷാ സാരികയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ പോലെ ഞങ്ങൾ തമ്മിലൊരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലും പഴങ്ങളതിനെ കുറിച്ച് പറയുമ്പോൾ അധികം പറഞ്ഞതിൻ്റെ രസം കളയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ബീൻ സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മനുഷ്യ സുകുമാരൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ബീൻ സിംഗ് സാറുണ്ട്. അപ്പോൾ ബീൻ സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ നടക്കുക. പാവമഞ്ഞിപ്പ്, പാശമലർ, പാതുകാപ്പ്, പാലും പഴവും എല്ലാം പാ വെച്ച് നോക്കുമ്പോഴാണ് എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളും ശിവാജി സാർ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പോലെ മയിൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരുണ്ട് തമിഴ് കേരളത്തിൽ, തമിഴ്നാട്, ഇന്ത്യയിൽ അത്ര സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പാലും പഴം കൊണ്ട് ആ സിനിമയിൽ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇതും അങ്ങനെയല്ല. ഇത് അതിൻ്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഈ പടത്തിന് പേരിട്ടുള്ളത്. അപ്പോൾ ബീൻ സിംഗ് സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായതുകൊണ്ട് ഈ പാലും പഴം സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ ഞാൻ കണ്ട അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ ഗ്ലാസ് ഇട്ടുണ്ട്. അധികം സമയം വന്നില്ല. പിന്നെ ഇപ്പം പാസ് ഇട്ടുണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ ആയിരിക്കാൻ വേണ്ടി. അയ്യോ ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ട് നമുക്ക് പൈസ വയ്ക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പം കാലൊക്കെ ശരിയായി. പടം തീർന്നപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിച്ചു കളഞ്ഞു. എനിക്കെന്നല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും, അശ്വൻ, ഇതിൽ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം മഞ്ഞയായിരിക്കും. എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊണ്ടില്ല. ഓക്കെ ആണോ? എന്ത് ചുവപ്പും നീല അതില്ലേ? വ്യത്യാസമില്ല. ഓക്കെ, ചിലതൊക്കെ അറിഞ്ഞു മഞ്ഞയായി കിട്ടുള്ള. ഓക്കെ, താങ്ക് യു സോ മച്ച്.